കോൺഗ്രസിന്റെ പൊതുയോഗങ്ങൾ, ജാഥകൾ, സമരങ്ങൾ, നേതാക്കളുടെ വാർത്താ സമ്മേളനങ്ങൾ എന്നിവയിൽ കർശനമായ പെരുമാറ്റച്ചട്ടം നടപ്പാക്കും. ഇവ ആൾക്കൂട്ടമായി മാറുന്ന സ്ഥിതി അവസാനിപ്പിക്കുകയും ചെയ്യും. ക്ഷണിക്കപ്പെടുന്നവർ മാത്രമേ വേദിയിൽ ഉണ്ടാകാവൂ. നേതാക്കളെ മറയ്ക്കുന്ന തരത്തിൽ ജാഥകളുടെ മുന്നിലെ ഇടി അനുവദിക്കില്ല. കോഴിക്കോട് DCC ഓഫീസ് ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട് നടന്ന ഇടിയുടെ പശ്ചാത്തലത്തിൽ KPCC തയ്യാറാക്കിയ പുതിയ പെരുമാറ്റച്ചട്ടത്തിലെ നിർദ്ദേശമാണ് ഇതെന്ന് കരുതിയാൽ തെറ്റി. ഇത് 4 വർഷം മുൻപ് 2021 സെപ്റ്റംബറിൽ തന്നെ KPCC പ്രഖ്യാപിച്ച മാർഗരേഖയിലെ നിർദ്ദേശമാണ്. പുതിയ മാർഗരേഖയുടെ വിവരം പുറത്തുവന്നു വൈകാതെ തന്നെ കോൺഗ്രസിനുള്ളിലെ ചർച്ച മറ്റൊന്നല്ല. മുൻപത്തെ പെരുമാറ്റച്ചട്ടങ്ങളിലെയും മാർഗരേഖകളിലെയും നിർദ്ദേശങ്ങളിൽ പാതിയെങ്കിലും പാലിക്കപ്പെട്ടിരുന്നുവെങ്കിൽ എന്ന് തന്നെയാണ്. K. സുധാകരൻ പ്രസിഡന്റായ ഘട്ടത്തിൽ പാർട്ടിയുടെ ചട്ടക്കൂട് ഭദ്രമാക്കാനുള്ള ആലോചന നടന്നിരുന്നു. പാർട്ടിയെ സെമി കേഡറാക്കുന്ന പ്രഖ്യാപനത്തിന്റെ ഭാഗമായി ചട്ടങ്ങളും തയ്യാറാക്കി. ഇതേ മാർഗരേഖയിലെ മറ്റൊരു നിർദ്ദേശം ഇതാണ്: ഒരാൾ ഒരു പദവി നിർബന്ധമായും നടപ്പാക്കും. KPCC പ്രസിഡന്റ് തന്നെ, പക്ഷേ ഇപ്പോഴും ലോക്സഭാംഗം കൂടിയാണ്. ഫ്ലെക്സ് ബോർഡുകൾ വ്യക്തിഗതമായ പ്രചാരണത്തിന് വേണ്ടി ഉപയോഗിക്കുന്നത് നിയന്ത്രിക്കും എന്നതായിരുന്നു മുൻ മാർഗരേഖയിലെ മറ്റൊരു തീരുമാനം. എല്ലാ പാർട്ടി പരിപാടികൾക്കും ഗാന്ധിജിയുടെ ചിത്രം ഉപയോഗിക്കാനും തീരുമാനിച്ചിട്ടുണ്ട്. എന്നാൽ നടപ്പിലാക്കി വന്നപ്പോൾ സ്വന്തം ഫ്ലെക്സ് ബോർഡുകൾ കൂടുകയും ഗാന്ധിജി കുറയുകയും ചെയ്തു. കോൺഗ്രസ് വേദികളിൽ ചുരുങ്ങിയത് ഒരു വനിതയുടെയും പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട ഒരാളുടെയും സാന്നിധ്യം ഉറപ്പാക്കും. ഓഫീസുകൾ പുരുഷ കേന്ദ്രീകൃതമാകുന്നത് അവസാനിപ്പിക്കും. പാർട്ടി ഭാരവാഹികളുടെ പ്രവർത്തനം 6 മാസം കൂടുമ്പോൾ വിലയിരുത്തി പ്രവർത്തിക്കാത്തവരെ മാറ്റും. മാധ്യമങ്ങളിലൂടെയും സമൂഹ മാധ്യമങ്ങളിലൂടെയും നേതാക്കളെ അവഹേളിക്കുന്നവർക്കെതിരെ നടപടി തുടങ്ങിയ സതുദ്ദേശ ചട്ടങ്ങൾ വേറെയും ഉണ്ടായിരുന്നു. 4 വർഷമാകുമ്പോഴും ഇതൊന്നും തന്നെ പ്രാവർത്തികമായിട്ടില്ല. 12 വർഷമായി DCC ഭാരവാഹികളാണ് ജില്ലയിൽ തുടരുന്നതും. അതായത് കോൺഗ്രസിനെ സംബന്ധിച്ച് ഈ ചട്ടക്കൂടുകൾ ഉണ്ടാക്കുന്നതൊന്നും തന്നെ പുത്തരിയല്ല എന്നതാണ് ഈ വാർത്തകളെല്ലാം തന്നെ സൂചിപ്പിക്കുന്നത്. അതായത് ചട്ടക്കൂടുകളെല്ലാം തന്നെ എപ്പോഴും ഉണ്ടാക്കപ്പെടുന്നുണ്ട്, അവയെല്ലാം തന്നെ രേഖയായി സൂക്ഷിക്കുന്നുമുണ്ട്. പക്ഷേ അവ നടപ്പിലാക്കുന്നില്ല എന്ന് മാത്രം. നടപ്പിലാക്കുമ്പോൾ എന്താണോ ചട്ടക്കൂടിൽ പറയുന്നത് അതിന് നേരെ വിപരീതമായ രീതിയിൽ മാത്രമാണ് ചട്ടക്കൂടുകളെല്ലാം തന്നെ പാലിക്കപ്പെടുന്നത് എന്ന് മറ്റൊരു അർത്ഥം. അതേസമയം തന്നെ കോൺഗ്രസിനെ സംബന്ധിച്ച് 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം തന്നെ ശക്തമായ പിളർപ്പ് പാർട്ടിക്ക് അകത്തു നിന്ന് തന്നെ ഉണ്ടായിരുന്നു. വലിയ തരത്തിലുള്ള പടൽപ്പിണക്കങ്ങളിലേക്കും നേതൃസ്ഥാനത്തിന് വേണ്ടിയുള്ള തർക്കങ്ങളിലേക്കും K. സുധാകരനെ മാറ്റാനായിട്ടുള്ള തർക്കങ്ങളിലേക്കും എല്ലാം തന്നെ കോൺഗ്രസിന് അകത്തെ ചർച്ചകൾ നീണ്ടുപോവുകയും ചെയ്തിരുന്നു. ഒടുവിൽ ഗതികെട്ടുകൊണ്ടായിരുന്നു ദേശീയ നേതൃത്വം ഇടപെട്ടത്. ദേശീയ നേതൃത്വം ഇടപെടുകയും പിന്നീട് സംസ്ഥാന നേതാക്കളെ വിളിച്ചു വരുത്തുകയും വലിയ തരത്തിലുള്ള ചർച്ചകൾ സംഘടിപ്പിക്കുകയും ചെയ്തിരുന്നു. തുടർന്ന് ആദ്യം തന്നെ പറഞ്ഞത് ഇത്തരത്തിലുള്ള യാതൊരു തരത്തിലുള്ള ഭിന്നിപ്പും പ്രകടമാക്കരുത്, പ്രത്യേകിച്ചും പരസ്യമായ രീതിയിൽ അല്ലെങ്കിൽ വാർത്തകൾ പുറത്തേക്ക് വരുന്ന തരത്തിലൊന്നും തന്നെ ഇവയൊന്നും തന്നെ പ്രകടമാകരുത് എന്ന് തന്നെയായിരുന്നു. അത്തരത്തിലുള്ള എല്ലാ പരസ്പരമായിട്ടുള്ള വിദ്വേഷങ്ങളും തമ്മിലടികളും എല്ലാം തന്നെ മാറ്റിവെച്ചുകൊണ്ട് വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പ് മാത്രം മുന്നിൽ കണ്ടുകൊണ്ട് മുന്നോട്ട് പോകാനായിരുന്നു ആദ്യത്തെ നിർദ്ദേശം. പിന്നീട് ഒരാഴ്ചത്തേക്ക് വലിയ തരത്തിലുള്ള യാതൊരു തരത്തിലുള്ള പൊട്ടിത്തെറികളും ഉണ്ടായിരുന്നില്ല. പക്ഷേ പോകെ പോകെ വീണ്ടും പൊട്ടിത്തെറികൾ വന്നു തുടങ്ങി. VD സതീശനെതിരെയും K. സുധാകരനെതിരെയും പിന്നീടും പലതരത്തിലുള്ള വിമർശനങ്ങൾ വന്നു തുടങ്ങി. K. മുരളീധരന്റെ ഭാഗത്തു നിന്ന് ഒറ്റയ്ക്ക് പാർട്ടിക്കെതിരെയുള്ള വിമർശനങ്ങൾ വന്നു തുടങ്ങി. വീണ്ടും കോൺഗ്രസ് പഴയ കാലത്തിലേക്ക് തന്നെ തിരിച്ചു പോവുകയായിരുന്നു. എന്തു തന്നെയാണെങ്കിലും പിന്നീട് ദേശീയ നേതൃത്വത്തിൽ തീരുമാനിച്ച മറ്റൊരു തീരുമാനം എന്ന് പറയുന്നത് DCCയുടെ പുനഃസംഘടനയുമാണ്. അത് വലിയ തരത്തിൽ തന്നെ കോൺഗ്രസിന്റെ ഭാഗത്തു നിന്ന് ആഗോളമായി തന്നെ ചർച്ച ചെയ്യപ്പെടുകയും വലിയ മാറ്റം ഉടനെ തന്നെ വേണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു. പക്ഷേ നാളിതുവരെ അത്തരമൊരു പുനഃസംഘടനയെ സംബന്ധിച്ച യാതൊരു തരത്തിലുള്ള മുന്നോട്ടുപോക്കും ഉണ്ടായിട്ടില്ല. ഏതാനും ചിലയിടങ്ങൾ മാറ്റി നിർത്തിക്കഴിഞ്ഞാൽ ബാക്കിയെല്ലാം ഇപ്പോൾ അതേപടി തന്നെ തുടരുന്ന സാഹചര്യമാണ്. സ്വാഭാവികമായും ദേശീയ തലത്തിലാണെങ്കിലും സംസ്ഥാന തലത്തിലാണെങ്കിലും കോൺഗ്രസിന്റെ മാർഗനിർദ്ദേശങ്ങളും ചട്ടക്കൂടുകളുമെല്ലാം തന്നെ കടലാസിൽ ഒതുങ്ങുന്ന ഒന്നായി മാറിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ്.